സമൂഹ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് പേരെടുക്കുന്നവരുടെ തനിനിറം പലപ്പോഴും നമ്മൾ പുറമേ കാണുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റ്. നമ്മുടെ നാട്ടില് ഒരുപാട് സ്വയം പ്രഖ്യാപിത നന്മമരങ്ങളുണ്ട്. അവരൊരു മുഖംമൂടി എടുത്തണിഞ്ഞിട്ടുണ്ട്. ആ മുഖംമൂടി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് നന്മ നിറഞ്ഞയാളാണ്, നല്ലവനാണ്, ഇതുപോലെ മനസാക്ഷിയുള്ള മനുഷ്യസ്നേഹിയായിട്ടുള്ള മറ്റൊരു വ്യക്തി ഇല്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. എന്നാൽ ഇപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അത്തരം നന്മ മരങ്ങളുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ്. എല്ലാത്തിൻ്റെയും മുഖം മൂടി അഴിഞ്ഞു വീണു. എന്തുകൊണ്ടായിരിക്കും? എല്ലാ കാലത്തും നമ്മളുടെ ഐഡന്റിറ്റി നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ദുഷ്ടത, നമ്മളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഐഡന്റിറ്റി എന്നായാലും പുറത്തേക്ക് വരും. നമ്മൾ ചെയ്ത തെറ്റ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ തെറ്റിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടല്ല, പക്ഷേ അത് പുറത്തേക്ക് വരും. ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കാം. ചിലർ കുറേ വർഷങ്ങളായിട്ട് തെറ്റ് ചെയ്ത് അങ്ങ് മൂക്കും. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ താഴെ വന്ന് സമ്മാനം വാങ്ങിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരുപാട് നന്മമരങ്ങളുടെ കൂട്ടത്തിൽ ഒരു നന്മമരം പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടായിരുന്നു. ഫിലിപ്പ് മാമ്പാട് വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്. പണ്ട് മുതലേ TV ചാനലുകളിലൊക്കെ വന്ന് വലിയ രീതിയിൽ മോട്ടിവേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പോലീസുകാരനായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വലിയ തകർച്ചയിലേക്കാണ് പോയത്. അതൊക്കെ വേറെ കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊന്നും നമ്മൾ സംസാരിക്കേണ്ട. പക്ഷേ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിൽ പേരെടുത്തിട്ടുള്ള വ്യക്തിയാണ്, വലിയ പ്രശസ്തിയിലേക്ക് എത്തിയ വ്യക്തിയാണ്. അദ്ദേഹം പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എല്ലാ ആൾക്കാരും ഒരു നിമിഷം ചിന്തിച്ചു, ഇദ്ദേഹത്തെ ആരെങ്കിലും കുടുക്കിയതാണോ? ഇത് കള്ളത്തരമായിരിക്കും, ആരാണ്ട് മനഃപൂർവ്വം കുടുക്കിയതാണ്. ഒരു കള്ളസ്വാമിയെ കുടുക്കിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇതാരാണ്ട് കുടുക്കിയതാണ് എന്ന്. മുരാരി ബാബു എന്ന് പറയുന്ന കള്ളസ്വാമി. അതേപോലെ ഇപ്പോൾ ഫിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന ഫേക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കറും അറസ്റ്റിലായേക്കാണ്. അദ്ദേഹം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയം ഇല്ലാതെയാകുമെന്ന് പോലീസുകാരെ ഭീഷണി വരപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുറ്റസമ്മതവും നടത്തി. 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ചൂഷണം ചെയ്തേക്കുന്നത്. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ കുൽസിത ഓഡിയോ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നാളെയല്ല എന്നെ വിളിക്കണം, വെറുതെ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല. സത്യം നീ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, എന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പിന്നെ പണിയുമ്പോ ഞാനെന്നെ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയ പറയണേ. ഞാൻ വരുന്നുണ്ട് കൊല്ലായി. എന്തായാലും വരും എന്റെ കുഞ്ഞിന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനെ കാണാതെ ഇല്ലാത്ത പോലുണ്ടായിട്ട് എന്റെ ജീവിതം കാലത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. കേട്ടില്ലേ? സംസാരത്തിലൊക്കെ എന്തൊരു മാധുര്യമാണ്. തേനും പാലും ഒക്കെ അങ്ങ് ഒലിക്കുകയാണ്. ഇതുപോലെ തേനും പാലും ഒക്കെ ഒലിപ്പിച്ച് പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ ഭയങ്കര നന്മ നിറഞ്ഞ മനുഷ്യനാണ്, ഇതുപോലെ നന്മയുള്ള വേറൊരു വ്യക്തിയില്ല, മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ആളാണ് എന്ന മുഖംമൂടി എടുത്ത് സ്വയം അങ്ങ് അണിഞ്ഞേക്കാണ്. പലരും വിശ്വസിച്ചു പോകും. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പല പരിപാടികളിലും പ്രോഗ്രാമുകളിലും ഒക്കെ വന്ന് വലിയ രീതിയിൽ നന്മമരം ചമഞ്ഞ് നന്മയാണ് വിളമ്പുന്നത്, നന്മയാണ് ശബ്ദിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ നന്മ ശബ്ദിക്കുമ്പോഴേക്കും ആൾക്കാർ വിചാരിക്കും ഇവരെ അങ്ങ് വിശ്വസിക്കും. പലർക്കും ഇപ്പം അങ്ങനെയാണല്ലോ, ഈ ദൈവപുത്രന്മാരെ വിശ്വസിക്കുന്നത് പോലെ ഇതുപോലെയുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരെയും ആൾക്കാരങ്ങ് വിശ്വസിക്കും. കാരണം അവർ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ. അത്രയും വലിയ മനുഷ്യസ്നേഹികൾ വേറെ ഇല്ല. അങ്ങനെ വിശ്വസിച്ച് കുട്ടികളെ ഇവരുടെ മുമ്പിലൊക്കെ കൊണ്ടുപോകും. അവരുടെ കൂടെ താമസിപ്പിക്കാൻ വരെ തയ്യാറാകും. അങ്ങനെ താമസിപ്പിച്ച് അവസാനം പിന്നീടായിരിക്കും ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ദയനീയമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അവരുടെ സാഹചര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. ഈ ഡിപ്രഷൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ സ്റ്റേജിലേക്കൊക്കെ കടന്നു പോയിരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ ഇംഗ്ലീഷ് ടേം ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഡിപ്രഷൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള ആൾക്കാരൊരു വലിയ ശരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ അവരോട് ഭയങ്കര തേനും പാലും ഒക്കെ ഒലിപ്പിച്ച് സംസാരിച്ച് അവരെ പുതിയൊരു വെളിച്ചത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ വിശ്വസിച്ച് പോകും. പക്ഷെ ഇവരെ ഒന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ മനുഷ്യരെ തിരിച്ചറിയാനുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്.
ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക. ഏത് വലിയ നന്മമരമായിക്കോട്ടെ, ഏത് വലിയ ദൈവപുരുഷനായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. നമ്മുടെ റിലേറ്റീവ്സ്, ഇപ്പം നമ്മുടെ സഹോദരനായിക്കോട്ടെ, രക്തബന്ധത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ ഒരു അന്യനായ വ്യക്തിയെ, അയാൾ എത്ര വലിയ മാധുര്യത്തോടു കൂടി സംസാരിച്ചാലും അത്തരത്തിലുള്ള വ്യക്തികളെ വിശ്വസിക്കാതെ ഇരിക്കുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഒന്നും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാതിരിക്കുക. അത് താമസിപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിച്ചു, അദ്ദേഹം കൗൺസിലിംഗ് കൊടുത്തു, പക്ഷേ അദ്ദേഹം ആ കുട്ടിയെ കൊണ്ടുപോയി ചൂഷണം ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരെ, പല കുട്ടികളെയും ചൂഷണം ചെയ്തതിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പെൺകുട്ടികളെ മാത്രമല്ല, ആൺകുട്ടികളെയും. അപ്പോൾ ഇതുപോലെയുള്ള നന്മ മരങ്ങളെ തിരിച്ചറിയുക. ഇപ്പോഴും ആൾക്കാരെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഫിലിപ്പ് മമ്മാട് അയാൾ ഭയങ്കര നല്ലവനാണ്, നന്മ നിറഞ്ഞ വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് അയാളെ കുടുക്കിയതാണ് എന്ന്. കുറേ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ വിശ്വസിക്കത്തില്ല, കുടുക്കിയതാണ് എന്നുള്ള രീതിയിലേക്ക് വരും. പക്ഷെ ഇയാൾ തന്നെ കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസുകാർ പുറത്തു വിട്ടില്ല. കാരണം അത്തരം ഒരു കേസാണല്ലോ, അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വിടത്തില്ല. ഈ കുൽസിത ഓഡിയോകൾ തന്നെ മതിയല്ലോ. മോട്ടിവേഷൻ സ്പീക്കറുകളായിട്ട് നടക്കുന്ന ആൾക്കാർ കാണുന്ന പെണ്ണുങ്ങൾക്കും കണ്ടവളുമാർക്കും എല്ലാം ഇങ്ങനെ 24 മണിക്കൂർ മെസ്സേജ് വായിച്ച് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പം പരസ്പര സമ്മതത്തോടുകൂട്ട് ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധം സ്ഥാപിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒന്നും ഒരു സാഹചര്യവും ഇല്ലാതെ വളരെ വീക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളെ, വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ ചൂഷണം ചെയ്യാതെ ഇരിക്കുക. അത്തരം ആൾക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഇതുപോലെയുള്ള കള്ളന്മാർ, ചെന്നായ്ക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആട്ടുംതോലിട്ട ചെന്നായ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളവന്മാരെ വിളിക്കാം. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നാൽ പോലും പലരും വിശ്വസിക്കത്തില്ല. അത്രയധികം ഇവരെന്ത് ചെയ്തിരിക്കും, മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കും അവരുടെ വാക്കുകളിലൂടെ. നല്ല വാക്കുകൾ പറയുന്നവരെല്ലാം നല്ലവരല്ല, നല്ല രീതിയിൽ സംസാരിക്കുന്നവരെല്ലാം നല്ലവരാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരുടെ വായിൽ നിന്ന് നന്മയായിരിക്കും വരുന്നത്. അവർക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ ആയിരിക്കും, വായിൽ നിന്ന് വരുന്നത് ഭയങ്കര നോളേജ് ആയിരിക്കും, വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാകും. അവർ നല്ല വിവരത്തോടുകൂടി സംസാരിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, ഇതിനെക്കാട്ടി നല്ലൊരു വ്യക്തി വേറെ ഇല്ല. അങ്ങനെയല്ല. വിവരത്തോടുകൂടി സംസാരിച്ചാലും വായിൽ നിന്ന് വരുന്നത് വളരെ നല്ല അമൃത് വായിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും നല്ലവനാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജഡ്ജ് ചെയ്യുക, ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. നമ്മൾ ഓരോ വ്യക്തികളെയും അവരെ നിർത്തേണ്ട സ്ഥാനത്ത് മാത്രം നിർത്തുക. അങ്ങനെ നിർത്തിക്കഴിഞ്ഞിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മുടെ വീക്ക്നെസ്സിനെയാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്. നമ്മൾ വീക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അവർ ചൂഷണം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെയാകും. നല്ലവനാണെന്നുണ്ടെങ്കിൽ പോലും സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവനും ചീത്തയാകാൻ വലിയ താമസമൊന്നുമില്ല, കാലതാമസമൊന്നുമില്ല. അപ്പോൾ ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. എത്ര വലിയ കൂടിയ കൊമ്പത്തെ മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നുണ്ടെങ്കിലും, എത്ര വലിയ മനുഷ്യസ്നേഹിയാണെന്നുണ്ടെങ്കിലും, എത്ര നന്മ നിറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ബൗണ്ടറി ഇട്ട് മാത്രം അവരോടൊപ്പം നിൽക്കുക. എങ്കിൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള നന്മ മരങ്ങളെ കണ്ണു അടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. സ്വയം നന്മ മരങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നവരൊക്കെ തന്നെ ചീത്തയായിട്ടുള്ള മരങ്ങളായിരിക്കും. അവരുടെയൊക്കെ വേര് അഴുകിയതായിരിക്കും.